ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. അപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുത്തു കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ്. ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെ ഈ കയറ്റം കയറുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ സെക്കൻഡ് ഗിയറിൽ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു കയറ്റം ഇതേ വാഹനം കയറിപ്പോവുകയാണ്. ഇനി ഈ കയറ്റത്തിൻ്റെ അളവ് കൂടി. ഇപ്പോൾ ഞാനൊരു ഹിൽ ഏരിയയിലേക്കാണ് വാഹനമായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, സെക്കൻഡ് ഗിയറിലാണ് ഈ ഒരു കയറ്റം കയറുന്നത്. ഹലോ ഫ്രണ്ട്സ്, വാഹനം ഓടിക്കുന്ന തുടക്കക്കാർക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് കുറെ കൂടെ ഇമ്പ്രൂവ് ആകാനായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതായത് നമ്മൾ സാധാരണ വാഹനം ഓടിച്ച് പോകുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും തുടക്കക്കാർ ഒരു കയറ്റം കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറ്റം കയറാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില കയറ്റങ്ങളിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിന് പകരം സെക്കൻഡ് ഗിയറിലും വളരെ ഈസി ആയിട്ട് കയറ്റം കയറി പോകാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെക്നിക്ക്, ഒരു ട്രിക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ നമുക്ക് എങ്ങനെ ഒരു കയറ്റത്ത് വാഹനം ഓടിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വാഹനം ഓടിക്കുന്ന തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒപ്പം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വീഡിയോയുടെ അടിയിലും കൂടെ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനൊരു കയറ്റം തുടങ്ങുന്ന ഭാഗത്താണ് വാഹനവുമായിട്ട് നിൽക്കുന്നത്. സാധാരണ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ വാഹനം ഡ്രൈവ് ചെയ്തു വരുന്ന സാഹചര്യങ്ങളിൽ ഈ കയറ്റം തുടങ്ങുമ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്താണ് പലരും വാഹനം ഓടിക്കാറുള്ളത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വാഹനം ഓടിച്ച് ആവറേജ് ഒക്കെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ആ ഒരു വാഹനം പോകുന്നത് നോക്കി, വളരെ വേഗത്തിലാണ് ഈ ഒരു കയറ്റം കയറി പോകുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ ഒരു കയറ്റം കയറാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ കയറ്റം വരുമ്പോൾ ഫസ്റ്റ് ഗിയർ അല്ലേ നമ്മൾ ഉപയോഗിക്കേണ്ടത്? എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ താമസിക്കുന്നത് ഒരു ഹൈ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുത്തനെയുള്ള കയറ്റമുണ്ട്. അതായത് നല്ല കുത്തനെയുള്ള കയറ്റം. അത്തരത്തിലുള്ള കയറ്റത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ചേ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ചില കയറ്റങ്ങളിൽ, അതായത് കയറ്റം തുടങ്ങുന്ന ഭാഗത്ത് ഒരുപാട് കയറ്റമില്ല, പിന്നീടാണ് കയറ്റത്തിൻ്റെ അളവ് കൂടുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു കയറ്റം വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെക്കൻഡ് ഗിയറിൽ വാഹനം ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഈ ഒരു കയറ്റത്തെ എടുക്കുകയാണ്. നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയറിലാണ് ഞാൻ ഈ കയറ്റം തുടങ്ങുന്ന ഭാഗത്ത് വാഹനം എടുക്കുന്നത്. ഇതേ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നു. വണ്ടിക്ക് ഞാൻ ഫസ്റ്റ് മൂവ് ആക്കുകയാണ്. ആക്സിലേഷൻ കൊടുത്ത് നല്ല രീതിയിൽ മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ക്യുക്കായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇതേ സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇതേ ഞാൻ ഈ ഒരു കയറ്റം കയറി പോവുകയാണ്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ആ പോയ ആപ്പേ ഫസ്റ്റ് ഗിയർ കൊടുത്തു. കാരണം ആ കയറ്റം കയറാനായിട്ട് ആ ഒരു വാഹനത്തിന് ബുദ്ധിമുട്ടാണ്. എന്നാൽ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഈ ഒരു കയറ്റം കയറി പോവുകയാണ്. സെക്കൻഡ് ഗിയറിലാണ് കയറി പോകുന്നത്. അതായത് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുത്തു, മൂവ് ആക്കി, വളരെ ക്യുക്കായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു. മൂവ് ആക്കുക എന്ന് പറഞ്ഞാൽ നല്ല വേഗത്തിൽ ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഞാൻ ഇതേ സെക്കൻഡ് ഗിയർ കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു കയറ്റം വാഹനം സെക്കൻഡ് ഗിയറിൽ കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ എടുത്തു കഴിഞ്ഞാൽ നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ്. ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെ ഈ കയറ്റം കയറുന്നത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതേ സെക്കൻഡ് ഗിയറിൽ തന്നെ നിങ്ങൾ നോക്കുക, ഈ ഒരു കയറ്റം ഇതേ വാഹനം കയറിപ്പോവുകയാണ്. ഇനി ഈ കയറ്റത്തിൻ്റെ അളവ് കൂടി. ഇതേ നല്ല കുത്തനെയുള്ള ഒരു കയറ്റമായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ റേഞ്ചിലുള്ള അത്തരത്തിലുള്ള കുത്തനെയുള്ള ഒരു കയറ്റമായി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേ സെക്കൻഡ് ഗിയറിൽ വാഹനം കയറത്തില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഇതേ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വാഹനം മെല്ലെ മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, വാഹനം ഈ കയറ്റത്ത് കയറി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കാം. എന്നാൽ നിങ്ങൾ പോകുന്ന കയറ്റത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ, ചെറിയ കയറ്റങ്ങളാണ്, അതായത് കുത്തനെയുള്ള കയറ്റമല്ല, ചെറിയ കയറ്റമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്യുക്കായിട്ട് സെക്കൻഡ് കൊടുക്കാം. ഞാനത് വീണ്ടും നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതേ ഇപ്പം നിരപ്പായി, വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ് ആക്കിയിട്ട് ഇത് ക്ലച്ച് ഓട്ടിയിട്ട് സെക്കൻഡ് കൊടുത്തു. ഇതേ ഈ ഒരു കയറ്റം വീണ്ടും സെക്കൻഡ് ഗിയറിലാണ് കയറുന്നത്. നിങ്ങൾ നോക്കുക, പെട്ടെന്ന് ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു കയറ്റം കണ്ട, ഇടുങ്ങിയ റോഡാണ്, നല്ല കുത്തനെയുള്ളൊരു കയറ്റമാണ്. ഇതേ സെക്കൻഡ് ഗിയറിൽ വാഹനം കയറിപ്പോകുന്നു, കണ്ടില്ലേ? അപ്പോൾ നമ്മളൊന്ന് മൂവ് ആക്കിയിട്ട് വളരെ ക്യുക്കായിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ കയറ്റം കയറി വരാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കയറ്റം കണ്ടാൽ ഉടൻ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുത്തു പോവുക എന്നുള്ളതല്ല. കയറ്റം കയറി തുടങ്ങുമ്പോൾ കുത്തനെയുള്ള കയറ്റമാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. കയറ്റത്തിൻ്റെ അളവ് കുറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇപ്പം നമ്മളൊരു നിരപ്പ് റോഡിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് ഈ ഒരു ഇടുങ്ങിയ റോഡ് കയറ്റം കയറി പോകുന്നത്. നിങ്ങൾ നോക്കിയേ, ചെറിയ കയറ്റങ്ങളാണ്. ഇവിടെ നമുക്ക് ഇനി ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമില്ല.
സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഞാനൊരു ഹിൽ ഏരിയയിലേക്കാണ് വാഹനമായിട്ട് പോകുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടില്ലേ, സെക്കൻഡ് ഗിയറിലാണ് ഈ ഒരു കയറ്റം കയറുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഗിയർ മാത്രമല്ല ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, തീർത്തും നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, നിങ്ങൾ നോക്കുക ഇത്തരത്തിലുള്ള ഇടവഴിയിലൂടെയൊക്കെ വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്ത് കയറുക. പക്ഷേങ്കിൽ നിങ്ങളിത് തീർച്ചയായിട്ടും വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനർ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പം മുന്നിലായിട്ടൊരു വണ്ടി വരുന്നുണ്ട്. നമുക്കിവിടെ പോകാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ല. ഓക്കെ, ഇവിടെ ഓക്കെ നിങ്ങൾ നോക്കുക, ചെറിയ റോഡാണ്. അപ്പോൾ ആ വാഹനം ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിയാണ് പോയത്. നമുക്ക് ഇങ്ങോട്ട് ഒതുക്കാനായിട്ട് സ്പേസ് ഇല്ല, കാരണം ഇവിടെ താഴെ വലിയൊരു കുഴിയാണ്. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വീണ്ടും വണ്ടി മുന്നോട്ട് എടുത്തു. ഓക്കെ, ഇവിടെ നമുക്കൊന്ന് വാഹനം തിരിക്കാം. ഓക്കെ, ഇത് മലമുകളാണ്. ഓക്കെ, നമുക്കിത് ഈ ഒരു ഭാഗത്ത് സ്പേസ് ഉണ്ട്. ഞാനിത് റിവേഴ്സ് ഗിയർ കൊടുത്ത് വാഹനം തിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നല്ല കുഴിയാണ്, അതുകൊണ്ട് തന്നെ നോക്കി തിരിച്ചില്ലെങ്കിൽ വാഹനം കുഴി പോവും. ഓക്കെ, ഓക്കെ നിങ്ങൾ നോക്കിക്കേ, താഴെ കണ്ടില്ലേ. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം എടുക്കുകയാണ്. കണ്ടില്ലേ, താഴോട്ട് കുഴിയാണ്. ഓക്കെ, എന്തായാലും ഈ ഒരു വീഡിയോടൊപ്പം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ഇത്തരത്തിലുള്ള ഒരു ഹിൽ ഏരിയ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ക്ലച്ച് നയിക്കുക, അതിനുശേഷം ബ്രേക്ക് പെടലിൽ കാല് വെക്കുക. ഇതേ ബ്രേക്ക് വെച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ നമുക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കിലും കൂടെ ഇതേ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയും. കണ്ടില്ലേ, ഇങ്ങനെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. ഒരു കാരണവശാലും ക്ലച്ച് ഔട്ടി ഇറങ്ങരുത്. ക്ലച്ച് ഔട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രാവുകയാണ്. ഗിയറിൻ്റെ പിടുത്തം മാറിയിട്ട് വണ്ടി ന്യൂട്രാകുമ്പോൾ വണ്ടിയുടെ വേഗത കൂടും. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് ബ്രേക്ക് നയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. പക്ഷേങ്കിൽ നമ്മളിവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് നയിച്ചിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ബ്രേക്ക് നയിച്ച് മെല്ലെ ഗിയറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയറിൻ്റെ ഒരു പിടുത്തത്തിൽ വാഹനം സ്ലോ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സ് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ തീർത്തും സ്പേസ് കുറവാണ്. ഓക്കെ, ആ ഒരു ഓട്ടോ നമുക്ക് വേണ്ടി ഒതുക്കി തരികയാണ്. ഓക്കെ, അറിയാവുന്നൊരു ചേട്ടനാണ്, വണ്ടി ഒതുക്കി തന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നമ്മൾ ഡ്രൈവിംഗ് ടിപ്സിൻ്റെ ഒരു ചാനലും കൂടെ ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട്. ആ ഒരു ചാനലിൽ കുറച്ചും കൂടെ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ ചാനലും കൂടെ ഒന്ന് കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.